ലോകം മുഴുവൻ മിഡിൽ ഈസ്റ്റിലെയും ഉക്രൈനിലെയും യുദ്ധങ്ങളിലേക്ക് നോക്കിയിരിക്കുമ്പോൾ ആരും കാണാതെ പോയൊരു വിമാനം ഡൽഹിയിലെ ഇന്ദിരാഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ടിൽ ലാൻഡ് ചെയ്തു. അതിലുണ്ടായിരുന്നത് ഒരു സാധാരണ യാത്രക്കാരനായിരുന്നില്ല. ബംഗ്ലാദേശ് സൈന്യത്തിന്റെ ഏറ്റവും കരുത്തനായ ചാരത്തലവൻ മുഹമ്മദ് കൈസർ റഷീദ് ചൗധരി ആയിരുന്നു അത്. ഔദ്യോഗികമായി അദ്ദേഹം ഇന്ത്യയിലെത്തിയത് ഒരു മെഡിക്കൽ ചെക്കപ്പിനാണ്. എന്നാൽ ഡൽഹിയിലെ അതീവ സുരക്ഷാ മേഖലകളിൽ അദ്ദേഹം കണ്ടുമുട്ടിയത് ഡോക്ടർമാരെയല്ല, മറിച്ച് ഭാരതത്തിന്റെ ഉരുക്കു മനുഷ്യൻ അജിത് ഡോവലിനെയും റോ തലവൻ പരാഗ് ജെയിനെയും മിലിറ്ററി ഇന്റലിജൻസ് മേധാവി RS രാമനെയുമാണ്. ഷെയ്ഖ് ഹസീനയുടെ പതനത്തിന് ശേഷം ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ബന്ധം അവസാനിച്ചു എന്ന് വിശ്വസിച്ചിരുന്നവർക്കും ഭാരത വിരുദ്ധത ആഘോഷിച്ച ചൈനയ്ക്കും പാകിസ്ഥാനും മുഖത്തേറ്റ കനത്ത പ്രഹരമായിരുന്നു ഈ സന്ദർശനം. മോദി സർക്കാരിന്റെ മാസ്റ്റർ സ്ട്രോക്ക് എന്ന് ഇതിനെ വിശേഷിപ്പിക്കാം. പാകിസ്ഥാന്റെ ISAയും ചൈനയുടെ ചാരന്മാരും ബംഗ്ലാദേശിൽ തമ്പടിക്കാനായി ശ്രമിക്കുമ്പോൾ ഇന്ത്യ നടത്തിയ ആ നീക്കം എന്തായിരുന്നു? ഈ രഹസ്യ സന്ദർശനത്തിന് പിന്നിലെ യഥാർത്ഥ ലക്ഷ്യം എന്താണ്? വരാനിരിക്കുന്ന വലിയ മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ഭാരതത്തിന്റെ സുരക്ഷയെ ബാധിക്കുന്ന ആ നിർണായക രഹസ്യം ഇന്ന് നമ്മൾ ഇഴകേറി പരിശോധിക്കുന്നു. മോദി ഭരണത്തിന് കീഴിൽ ഭാരതം എങ്ങനെയാണ് കിഴക്കൻ അതിർത്തികളെ സംരക്ഷിക്കുന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം. ബംഗ്ലാദേശ് സൈന്യത്തിലെ ഏറ്റവും തന്ത്രശാലിയായ ഉദ്യോഗസ്ഥരിൽ ഒരാളാണ് ചൗധരി. ഫെബ്രുവരി 23-നാണ് അദ്ദേഹം ഡയറക്ടർ ജനറൽ ഓഫ് ഫോഴ്സ് ഇന്റലിജൻസ് മേധാവിയായി ചുമതലയേറ്റത്. ബംഗ്ലാദേശിലെ ഏറ്റവും ശക്തമായ രഹസ്യാന്വേഷണ വിഭാഗമാണ് DGFI. ഒരു രാജ്യത്ത് ഭരണമാറ്റം ഉണ്ടാകുമ്പോൾ, പ്രത്യേകിച്ചും ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന ഒരു രാജ്യത്തിന്റെ സുരക്ഷാ തലവൻ തന്റെ ആദ്യ യാത്രയ്ക്കായി ഭാരതത്തെ തിരഞ്ഞെടുത്തത് വെറുതെ ഒന്നുമല്ല. ഇതൊരു സാധാരണ നയതന്ത്ര സന്ദർശനമല്ല, ഇത് അധികാരത്തിന്റെ പുതിയ ബലാബലമാണ്. മാർച്ച് 9-നാണ് ഈ വാർത്ത പുറം ലോകം അറിയുന്നത് തന്നെ. ഒരു രാജ്യത്തിന്റെ ഇന്റലിജൻസ് ചീഫ് മറ്റൊരു രാജ്യത്തെ ഇന്റലിജൻസ് ചീഫുമായി കൂടിക്കാഴ്ച നടത്തുന്നത് വെറുമൊരു ചായകുടി സൽക്കാരോ അല്ലെങ്കിൽ വെറുതെ ഒരു നേരം പോക്കിനല്ലത്. അത് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള പുതിയൊരു സുരക്ഷാ ഉടമ്പടിയുടെ തുടക്കമാണ്. ഭാരതം ബംഗ്ലാദേശിനെ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. അതിന്റെ വ്യക്തമായ തെളിവ് കഴിഞ്ഞ 18 മാസമായി ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ബന്ധം വലിയൊരു പരീക്ഷണ ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഷെയ്ഖ് ഹസീനയുടെ ഭരണകാലത്ത് ഇന്ത്യക്ക് ബംഗ്ലാദേശിൽ വലിയ സ്വാധീനം ഉണ്ടായിരുന്നു. എന്നാൽ അവർക്ക് അധികാരം ഒഴിയേണ്ടി വന്നതോടെ കഥ മാറിയെന്ന് പലരും കരുതി. മുഹമ്മദ് യൂനിസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ഇന്ത്യയുമായുള്ള പല പദ്ധതികളും മരവിക്കപ്പെട്ടു. ലിബറൽ മാധ്യമങ്ങളും പ്രതിപക്ഷവും അന്ന് വിളിച്ചു പറഞ്ഞു ഇന്ത്യക്ക് ബംഗ്ലാദേശിനെ നഷ്ടപ്പെട്ടു എന്ന്. പാകിസ്ഥാൻ അനുകൂലികളായ ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള സംഘടനകൾ ബംഗ്ലാദേശിൽ തലപൊക്കാൻ തുടങ്ങി. ഇത് ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളായ അസം, മേഘാലയ, ത്രിപുര എന്നിവിടങ്ങളിൽ വലിയ ആശങ്കയുണ്ടാക്കി. എന്നാൽ ഈ സമയത്താണ് ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ തന്റെ ചാണക്യ തന്ത്രങ്ങൾ പുറത്തെടുത്തത്. രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും സുരക്ഷാ കാര്യങ്ങളിൽ രണ്ട് രാജ്യങ്ങളും സഹകരിക്കണമെന്ന സന്ദേശം അദ്ദേഹം കൃത്യമായി കൈമാറി. ഇപ്പോൾ ബംഗ്ലാദേശിൽ പുതിയ പ്രധാനമന്ത്രിയായി താരിഖ് റഹ്മാൻ അധികാരമേറ്റിരിക്കുകയാണ്. BNP നേതാവായ താരിഖ് റഹ്മാൻ പണ്ട് ഇന്ത്യയോട് അത്ര മമത കാണിച്ചിരുന്ന ഒരാളല്ല. എന്നാൽ അധികാരം കിട്ടിയപ്പോൾ യാഥാർത്ഥ്യം അദ്ദേഹത്തിന് മനസ്സിലായി. ഇന്ത്യയെ പിണക്കി ബംഗ്ലാദേശിന് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഒരു വശത്ത് സാമ്പത്തിക തകർച്ച, മറുവശത്ത് തീവ്രവാദ ഗ്രൂപ്പുകളുടെ ഭീഷണി. ഈ ഒരു സാഹചര്യത്തിലാണ് ചൗധരിയെ അദ്ദേഹം ഇന്ത്യയിലേക്ക് അയച്ചത്. ഇതൊരു അനുരഞ്ജന നീക്കമാണ്. ഇന്ത്യയുടെ സഹായമില്ലാതെ ബംഗ്ലാദേശിലെ തീവ്രവാദ ഗ്രൂപ്പുകളെ അടിച്ചമർത്താൻ കഴിയില്ലെന്ന് പുതിയ സർക്കാരിന് ബോധ്യമായിരിക്കുന്നു. ഇന്ത്യ ആകട്ടെ ഈ അവസരം കൃത്യമായി ഉപയോഗിച്ചു. നമ്മുടെ ഇന്റലിജൻസ് ഉദ്യോഗസ്ഥർ ചൗധരിക്ക് നൽകിയ സന്ദേശം വ്യക്തമായിരുന്നു: നിങ്ങളുടെ മണ്ണ് ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കാൻ അനുവദിക്കരുത്. അങ്ങനെ ചെയ്താൽ അതിന്റെ പ്രത്യാഘാതം അതികഠിനമായിരിക്കും. ബംഗ്ലാദേശിൽ ഭരണമാറ്റം നടന്നപ്പോൾ ഏറ്റവും കൂടുതൽ ആഹ്ലാദിച്ചത് ബീജിംഗിലും ഇസ്ലാമാബാദിലും ആയിരുന്നു. ബംഗ്ലാദേശിനെ തങ്ങളുടെ ഒരു കോളനിയാക്കി മാറ്റാമെന്നും ഇന്ത്യയെ വളയാമെന്നും അവർ സ്വപ്നം കണ്ടു. ചൈന വൻതോതിൽ പണമാണ് വാഗ്ദാനം ചെയ്തത്. പാകിസ്ഥാൻ ആകട്ടെ മതപരമായ വികാരങ്ങളൊക്കെ ഇളക്കിവിടാൻ ശ്രമിക്കുകയും ചെയ്തു. എന്നാൽ മോദി സർക്കാരിന്റെ നയതന്ത്രജ്ഞർ വളരെ നിശബ്ദമായി തന്നെ കളിച്ചു. ബംഗ്ലാദേശിന്റെ സാമ്പത്തിക അടിത്തറ ഇന്ത്യയുമായിട്ടുള്ള വ്യാപാരത്തിലും സഹകരണത്തിലുമാണെന്ന് അവർക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ചൗധരിയുടെ സന്ദർശനം ചൈനയ്ക്കും പാകിസ്ഥാനും ഏറ്റ വലിയ തിരിച്ചടിയാണ്. ബംഗ്ലാദേശ് ഇപ്പോഴും ഇന്ത്യയുടെ തന്ത്രപരമായ പങ്കാളിയാണെന്ന് ലോകത്തിന് മുന്നിൽ തെളിയിക്കപ്പെട്ടു. ഇത് ഭാരതത്തിന്റെ നെയ്ബർഹുഡ് ഫസ്റ്റ് പോളിസിയുടെ ഐതിഹാസിക വിജയമാണ്. ഈ രഹസ്യ കൂടിക്കാഴ്ചയിൽ ചർച്ച ചെയ്ത കാര്യങ്ങൾ ഏതൊരു ഇന്ത്യക്കാരനും അഭിമാനിക്കാവുന്നതുമാണ്. പ്രധാനമായിട്ടും 4 പോയിന്റുകളിലായിരുന്നു ചർച്ച.
ഒന്നാമത് ഭീകരവാദ വിരുദ്ധ പോരാട്ടമാണ്. ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ വിമതർ, ഉദാഹരണത്തിന് ULFA, ബംഗ്ലാദേശിൽ അഭയം തേടുന്നത് തടയുക. ഇത്തരക്കാരെ പിടികൂടി ഇന്ത്യക്ക് കൈമാറുമെന്ന് ബംഗ്ലാദേശ് ഉറപ്പു നൽകി. രണ്ട്, മതമൗലികവാദമാണ്. ISI പോലെയുള്ള സംഘടനകൾ ബംഗ്ലാദേശിനെ താവളമാക്കി ഇന്ത്യയിൽ സ്ഫോടനങ്ങൾ ആസൂത്രണം ചെയ്യുന്നത് തടയുക. ബംഗ്ലാദേശിലെ മദ്രസകളിലും മറ്റും നടക്കുന്ന തീവ്രവാദ പ്രവർത്തനങ്ങളെ കുറിച്ച് ഇവർ കൃത്യമായി തെളിവുകൾ കൈമാറി. മൂന്നാമത് അതിർത്തി സുരക്ഷയാണ്. കന്നുകാലി കടത്തും കള്ളക്കടത്തും നിയന്ത്രിക്കുക. BSF-ഉം ബംഗ്ലാദേശ് ബോർഡർ ഗാർഡും തമ്മിലുള്ള ഏകോപനം വർദ്ധിക്കുക. നാലാമത് ന്യൂനപക്ഷ സുരക്ഷയാണ്. ബംഗ്ലാദേശിലെ ഹിന്ദുക്കളുടെ സുരക്ഷ ഉറപ്പാക്കണമെന്ന കർശനമായ നിർദ്ദേശം ഇന്ത്യ നൽകിയിട്ടുണ്ട്. ഈ സന്ദർശനത്തിന്റെ മറ്റൊരു പ്രധാന പശ്ചാത്തലം വരാനിരിക്കുന്ന ഗംഗാജല കരാറാണ്. 1996 ഒപ്പിട്ട ഈ കരാർ 2026 ഡിസംബറിൽ അവസാനിക്കും. കരാർ പുതുക്കിയിട്ടില്ലെങ്കിൽ ബംഗ്ലാദേശിൽ വലിയ ജനരോഷമുണ്ടാകും. ഈ കരാറിൽ ഇന്ത്യയുടെ സഹകരണം ഉറപ്പാക്കാൻ സുരക്ഷാ കാര്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യാൻ ബംഗ്ലാദേശ് തയ്യാറാണ്. അതായത് സുരക്ഷ നൽകിയാൽ വെള്ളം നൽകാം എന്നൊരു അപ്രഖ്യാപിത നയം ഇന്ത്യക്ക് ഇവിടെ പ്രയോഗിക്കാം. നരേന്ദ്രമോദി സർക്കാരിന്റെ വിദേശ നയം എത്രത്തോളം കൃത്യവും ലക്ഷ്യബോധവും ഉള്ളതാണെന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാമല്ലോ. ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ, അതായത് നമ്മുടെ 7 സിസ്റ്റേഴ്സ് വികസനത്തിന്റെ പാതയിലാണ് ഇപ്പോൾ ഉള്ളത്. അഗർത്തല അഘോര റെയിൽവേ ലിങ്ക് പോലെയുള്ള പദ്ധതികൾ പൂർത്തിയാക്കണമെങ്കിൽ ബംഗ്ലാദേശിന്റെ സഹായം നമുക്ക് വേണം. ബംഗ്ലാദേശ് സൈന്യവും ഇന്റലിജൻസും ഇന്ത്യയോട് സഹകരിച്ചാൽ മാത്രമേ ഈ മേഖലയിൽ സമാധാനം നിലനിൽക്കൂ. ചൗധരിയും പരാഗ് ജെയിനും തമ്മിലുള്ള ചർച്ചയിൽ ഈ സാമ്പത്തിക ഇടനാഴികളുടെയൊക്കെ സുരക്ഷയും ചർച്ചയാക്കിയിട്ടുണ്ട്. ഇന്ത്യയുടെ ചരക്കുകൾ ബംഗ്ലാദേശിലൂടെ കടന്നു പോകുമ്പോൾ അതിന് സുരക്ഷ ഉറപ്പാക്കേണ്ടത് DGFIയുടെ ഉത്തരവാദിത്തമാണ്. ഈ ഓപ്പറേഷന് പിന്നിലെ യഥാർത്ഥ സൂത്രധാരൻ ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ അല്ലാതെ മറ്റാരുമല്ല. ഷെയ്ഖ് ഹസീനയുമായി അടുത്ത ബന്ധമുണ്ടായിരുന്ന ഡോവൽ ഭരണമാറ്റത്തിന് ശേഷവും ബംഗ്ലാദേശിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായി ബന്ധം നിലനിർത്തിയിരുന്നു. രാഷ്ട്രീയക്കാർ തമ്മിൽ പോരടിക്കുമ്പോഴും രണ്ട് രാജ്യങ്ങളുടെയും സുരക്ഷാ ഏജൻസികൾ തമ്മിലുള്ള ഈ ഒരു ബന്ധം മുറിയാതെ നോക്കാനായി ഡോവലിന് സാധിച്ചിട്ടുണ്ട്. ഇതിനെയാണ് യഥാർത്ഥ സ്റ്റേറ്റ് ക്രാഫ്റ്റ് എന്ന് വിളിക്കുന്നത്. മോദി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം ഇത്തരം ബാക്ക് ചാനൽ നീക്കങ്ങളൊക്കെ അതിശക്തമാക്കിയിട്ടുണ്ട്. ലോകം ഇന്ന് ഇന്ത്യയെ നോക്കുന്നത് ഒരു വൻ ശക്തിയായിട്ടാണ്. അയൽ രാജ്യങ്ങളാകട്ടെ എന്ത് മാറ്റം വന്നാലും ഇന്ത്യയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനായി നമുക്ക് സാധിക്കുന്നുമുണ്ട്. ബംഗ്ലാദേശിലെ സംഭവ വികാസങ്ങൾ പാകിസ്ഥാനും ചൈനയ്ക്കും നൽകുന്ന സന്ദേശം ഒന്ന് മാത്രമേ ഉള്ളൂ: ഇന്ത്യയുടെ അയൽപ്പക്കത്ത് കളി വേണ്ട. ഈ രഹസ്യ സന്ദർശനം ഇന്ത്യയുടെ ആത്മവിശ്വാസത്തിന്റെ അടയാളമാണ്. ബംഗ്ലാദേശിലെ പുതിയ ഭരണകൂടത്തിന് പോലും അത് മനസ്സിലാക്കി കഴിഞ്ഞു. ഇന്ത്യയുമായി ചേർന്ന് നിൽക്കാതെ അവർക്ക് നിലനിൽപ്പില്ല എന്ന്. ചൗധരിയുടെ സന്ദർശനത്തിൽ മറ്റൊരു നിർണായക വിഷയം കൂടി ചർച്ചയായിട്ടുണ്ട്. അത് സൈബർ സെക്യൂരിറ്റിയാണ്. ബംഗ്ലാദേശ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ചില സൈബർ ഗ്രൂപ്പുകൾ ഇന്ത്യയുടെ പ്രധാന ഇൻഫ്രാസ്ട്രക്ചറുകൾക്ക് നേരെ ആക്രമണം നടത്താൻ ശ്രമിച്ചിരുന്നു. ഇതിന് പിന്നിൽ ചൈനീസ് ഹാക്കർമാരുടെ സഹായമുണ്ടെന്ന് ഇന്ത്യ കണ്ടെത്തിയിരുന്നു. ഈ വിവരങ്ങൾ ചൗധരിക്ക് കൈമാറുകയും ഇത്തരം ഗ്രൂപ്പുകൾക്കെതിരെ കർശന നടപടി വേണമെന്ന് ഇന്ത്യ ആവശ്യപ്പെടുകയും ചെയ്തു. ഇതിലൂടെ ഡിജിറ്റൽ മേഖലയിലും ഇന്ത്യയുടെ സുരക്ഷ ഉറപ്പാക്കാനായി മോദി സർക്കാരിന് സാധിച്ചിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ മുഹമ്മദ് കൈസർ റഷീദ് ചൗധരിയുടെ ഡൽഹി സന്ദർശനം വെറും ഒരു ഔദ്യോഗിക യാത്രയല്ല, അത് ഇന്ത്യയുടെ നയതന്ത്ര വിജയത്തിന്റെ പുതിയൊരു അധ്യായമാണ്. ബംഗ്ലാദേശിലെ പുതിയ ഭരണകൂടം ഇന്ത്യയുടെ ശത്രുതയിലാണെന്ന് കരുതിയവർക്ക് തെറ്റി. അവർക്ക് ഇന്ത്യയെ വേണം, ഇന്ത്യക്ക് അവരെയും വേണം. ഇന്ത്യൻ സുരക്ഷാ ഏജൻസികൾ കാണിച്ച ഈ ഒരു ജാഗ്രത രാജ്യത്തിന്റെ അതിർത്തികൾ സുരക്ഷിതമാണെന്ന് നമുക്ക് ഉറപ്പു നൽകുന്നു. ചൈനയുടെ കടന്നുകയറ്റത്തെയും പാകിസ്ഥാന്റെ കുതന്ത്രങ്ങളെയും തടയാനായി ഭാരതം എന്നും സജ്ജമാണ്. നരേന്ദ്രമോദി എന്ന ശക്തനായ നേതാവിനും അജിത് ഡോവൽ എന്ന ചാണക്യനും കീഴിൽ ഭാരതം സുരക്ഷിത കൈകളിലാണ്. ഈ സന്ദർശനം വരും മാസങ്ങളിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിവെക്കും. ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധം പുതിയൊരു ഉയരത്തിലേക്ക് കുതിക്കുകയാണ്. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.